നമസ്കാരം. ഷൈനി കുഞ്ഞുങ്ങളുമായി വീട്ടിലേക്ക് രക്ഷപ്പെട്ടു പോയതാണ്. അത് ആരിൽ നിന്നായിരുന്നു ആ രക്ഷപ്പെടൽ? സ്വന്തം ഭർത്താവിൽ നിന്നോ അതോ കാമഭ്രാന്തനായിട്ടുള്ള ഭർത്താവിൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ഒരു ഫാദർ ബോബി ചേരിയിൽ എന്ന് പറയുന്ന ആ നികൃഷ്ട ജന്തുവിൽ നിന്നോ? അത് പുറത്തു വരേണ്ട വസ്തുത തന്നെയാണ്. ഭർത്തൃ വീട്ടുകാരുടെയും ഭർത്താവിൻ്റെയും ഒക്കെ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ തന്നെയാണ് ഷൈനി തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ഷൈനിയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി എഫ്ഐആറും രജിസ്റ്റർ ചെയ്തിരുന്നു. തുടരന്വേഷണത്തിൽ വളരെ ഗുരുതരമായ രീതിയിൽ ഗാർഹിക പീഡനം നടക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തി. തൊടുപുഴ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 ട്രയൽ നടക്കുന്നതിനിടയിലാണ് ഷൈനിയും മക്കളും ട്രെയിന് മുൻപിൽ ചാടി ആ ജീവനുകൾ ഒടുക്കിക്കളയുന്നത്. എത്രയോ വേദനാജനകമായ ഒരു കാര്യമാണ് എന്ന് ആലോചിക്കണം. 1046/2024 ക്രൈം നമ്പറായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസിൽ ചേരിയിൽ നോബി ലൂക്കോസിനും കുടുംബാംഗങ്ങൾക്കുമെതിരെയും IPC 498A, IPC 34 എന്നീ വകുപ്പുകളൊക്കെ ചുമത്തിയാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നത്. ഷൈനിയുടെ പരാതിയിൽ ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ ഇത്തരത്തിലൊരു മരണം നടന്നിട്ടും പോലീസ് എന്തുകൊണ്ട് സ്വമേധയാ കേസെടുത്തില്ല എന്നുള്ളത് മനസ്സിലാകുന്നില്ല. കോടതിയിൽ നൽകിയ FIS-ൽ ഷൈനി അനുഭവിച്ച നീണ്ട പീഡനങ്ങളുടെ നിര, അതായത് അക്കമിട്ട ഓരോ പീഡനങ്ങളും അതിൽ ഉണ്ടായിരുന്നിട്ട് പോലും നടപടിയെടുക്കാതിരുന്നത് പോലീസിന്റെ വീഴ്ചയോ അതോ ഉന്നത ഇടപെടൽ നിന്നാണോ എന്നതാണ് ചോദ്യം. ചോദ്യങ്ങളുടെ എല്ലാം ഒടുവിൽ ഏറ്റുമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് നോബിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇനി ഉന്നത ഇടപെടൽ ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. കാരണം നോബിയുടെ സഹോദരൻ ഫാദർ ബോബിക്കുള്ള ഉന്നതങ്ങളിലെ ബന്ധം തന്നെയാണ് ഇതിലും വില്ലനാകുകയെന്ന് കരുതപ്പെടുന്നു. എന്തായാലും അത് എന്ത് സംഭവിക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കാണണം. ഈ വൈദികൻ ഷൈനിയോട് മോശമായി ലൈംഗികപരമായി പെരുമാറാൻ ശ്രമിച്ചു എന്നതിന്റെ ശക്തമായ തെളിവ് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി അഭിഭാഷകയായ ദീപ ജോസഫ് അവരുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് ഇക്കാര്യമുള്ളത്. അതിപ്രകാരമാണ്: ഏറ്റവും ഒടുവിൽ എനിക്ക് വന്ന മെസ്സേജ് കണ്ട വാവിട്ട് കരയാതിരിക്കാൻ കഴിയുന്നില്ല. ലോഹധാരി ഷൈനിയെ മറ്റു തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോഴാണത്രേ തൻ്റെ പെൺമക്കളെയും കൂട്ടി ഭർത്തൃ വീട്ടിൽ നിന്ന് ഓടിപ്പോയത്. ലോഹക്കുള്ളിൽ കാമമൊളിപ്പിച്ച ഒരുത്തലിൽ നിന്ന് സ്വയം രക്ഷപ്പെടുകയും ഒപ്പം തന്നെ മാലാഖ കുഞ്ഞുങ്ങളെയും എന്നേക്കുമായി ആ അമ്മ രക്ഷപ്പെടുത്തി. അയാളുടെ കാമക്കേളികൾക്ക് വഴങ്ങിയില്ല എന്ന കാരണത്താൽ അയാൾ ആ പെണ്ണിനെ ജീവിക്കാൻ അനുവദിച്ചില്ല. ഭർത്താവെന്ന ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരുത്തൻ കള്ളും മോന്തി സഹോദരന്റെ വാക്കുകേട്ട് ഈ പാവം പെണ്ണിനെ ഉപദ്രവിച്ചിട്ടും അവൾ നിശബ്ദയായി. തൊടുപുഴക്കാരെ സത്യം ജയിക്കണം. പ്രിയരെ, രാഷ്ട്രീയക്കാരുടെ മറപറ്റി ഇവിടെ ഷൈനിക്കും കുട്ടികൾക്കും നീതി നിഷേധിക്കപ്പെടാൻ അനുവദിക്കരുത്. ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കണം. ഈ തീ അടങ്ങരുത്. നിനക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ നീ തീയായി മാറണം. 1000 അമ്മ പെങ്ങന്മാരുടെ നീതിക്കായുള്ള മുറവിളിയായി മാറട്ടെ. ഇനിയൊരു ഷൈനി കേരള മണ്ണിൽ മരണം വരിക്കാതിരിക്കാൻ ഇടയാവട്ടെ. വിടരും മുമ്പേ കൊഴിഞ്ഞ പൂവായി ഇനി ഒരു പെൺകുരുന്നും മാറാതിരിക്കട്ടെ. അവർക്ക് നീതി കിട്ടും വരെയും ഈ പ്രതിഷേധാഗ്നി കെടാതിരിക്കട്ടെ. 1000 അമ്മമാരുടെ, ഭാര്യമാരുടെ, സഹോദരിമാരുടെ ശബ്ദമായി മാറട്ടെ. ഒരിക്കലും തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു അഭിഭാഷകർക്ക് ഇത്തരത്തിലൊരു കുറിപ്പിടാൻ കഴിയില്ല. മറ്റൊരു കാര്യം, ഈ വൈദികൻ എന്ന് പറയുന്ന നികൃഷ്ട ജീവിയുടെ ഫേസ്ബുക്കിൽ ഇയാൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് മുത്തുച്ചിപ്പി എന്ന കൊച്ചു പുസ്തകത്തിന്റെ പേജാണ്. എന്നാൽ മാധ്യമ പ്രവർത്തകർ തന്റെ ഫേസ്ബുക്ക് ഈ വിഷയത്തോടെ പരിശോധിക്കുന്നു എന്ന് മനസ്സിലായതോടെ ആ പേജ് തന്നെ ഇല്ലാതെയാക്കി. ഇയാളെ രക്ഷപ്പെടുത്താൻ ഇറങ്ങുന്നവരെ വേണം ആദ്യം ചാട്ടവാറിനടിക്കാൻ. ഷൈനിയോടും അവരുടെ മക്കളോടും ഒരു വൈദികൻ എന്ന നില വിട്ടുകൊണ്ടാണ് ഈ കള്ളപ്പാതിരി ഇടപെട്ടത്. ഇതോടെയാണ് അവർ വീട് വിട്ടിറങ്ങിയത്. അയൽവാസികൾ പറയുന്നത് പെണ്ണുകെട്ടാൻ ഒരുമിട്ട് നടക്കുന്നവരെ അച്ഛന്മാരെ ആക്കുകയല്ല, പെണ്ണുകെട്ടിക്കുകയാണ് വേണ്ടതെന്നാണ്. ഒരിക്കൽ ഇയാൾ ലോഹ ഊരി പെണ്ണുകെട്ടാൻ തുനിഞ്ഞിറങ്ങിയവൻ. എന്നാൽ പെണ്ണ് കിട്ടാതായതോടെ വീണ്ടും സെമിനാറിയിലേക്ക് പോയി. ഇവനൊക്കെ വല്ല കടുക്ക വെള്ളവും തിളപ്പിച്ചു കൊടുക്കുന്നതോ ഷണ്ടനാക്കുകയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. നന്ദി.